അച്ഛനും മകനും ഒരു ദിവസം കടൽ തീരം കാണാനായി പോയി. കടൽ തീരത്ത് ഒരുപാട് കുട്ടികൾ പട്ടം പറത്തി കളിക്കുന്നത് കണ്ടപ്പോൾ ആ മകന് ഒരു പട്ടം വേണമെന്ന ആഗ്രഹം തോന്നി. അവൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എനിക്കും ഒരു പട്ടം വേണം. അച്ഛൻ പോയി ഒരു പട്ടം മേടിച്ചു കൊടുത്തു. അവൻ ആ പട്ടം ഒരുപാട് ഉയരത്തിലേക്ക് പറത്തി. വീണ്ടും വീണ്ടും അവൻ ഉയരത്തിലേക്ക് പറത്തിക്കൊണ്ടിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവന് തോന്നി, ഈ നൂല് തീർന്നു പോയല്ലോ. ഈ നൂല് പൊട്ടിച്ചു വിട്ടാൽ പട്ടം ഇനിയും ഒരുപാട് ഉയരത്തിലേക്ക് പോകില്ലേ? അവൻ അച്ഛനോട് വന്ന് അവന് തോന്നിയ ചിന്ത അച്ഛനുമായി പങ്കുവച്ചു. അച്ഛൻ പറഞ്ഞു, ശരി മോനെ, ഞാനിത് പൊട്ടിച്ചു വിടാം. അച്ഛൻ നൂല് പൊട്ടിച്ചു വിട്ടു. പട്ടം പതുക്കെ പതുക്കെ ഉയരത്തിലേക്ക് പോയി. കാറ്റിനനുസരിച്ച് പൊങ്ങിയും താഴ്ന്നും അത് മുന്നോട്ട് പോയി. കുറച്ച് ദൂരം ചെന്നപ്പോൾ പട്ടത്തിന് പൊങ്ങാൻ കഴിയാതെ അത് പതിയെ പതിയെ താന്നു വന്ന് ഏതോ ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ വീഴുകയുണ്ടായി. ഇത് കണ്ടപ്പോൾ കുട്ടിക്ക് വിഷമമായി. അവൻ അച്ഛനോട് ചെന്ന് പറഞ്ഞു, അച്ഛാ, ഞാൻ വിചാരിച്ചത് ഈ പട്ടം നൂല് പൊട്ടിച്ചു വിട്ടാൽ അത് വീണ്ടും ഉയരത്തിലേക്ക് പോകുമെന്നാണ് ഞാൻ കരുതിയത്. അച്ഛൻ പറഞ്ഞു, മകനെ, ആ പട്ടത്തിന് ഉയരങ്ങളിലേക്ക് പോകാൻ സഹായിക്കുന്നത് തന്നെ ആ നൂലാണ്. ആ നൂലിൻ്റെ കൺട്രോളിലാണ് അത് ഉയരത്തിലേക്ക് പോകുന്നത്. ആ നൂല് പൊട്ടിയാൽ പട്ടത്തിനെ പിന്നെ നമുക്ക് നിയന്ത്രിക്കാനാവില്ല. അതതിന് തോന്നിയ സ്ഥലത്തേക്കൊക്കെ പോകും. കാറ്റിനനുസരിച്ച് സഞ്ചരിച്ച് ചിലപ്പോൾ പൊട്ടിപ്പോകാം, ചിലപ്പോൾ അത് കീറിപ്പോകാം, ചിലപ്പോൾ വെള്ളത്തിൽ വീഴാം. കുട്ടിക്ക് തൻ്റെ തെറ്റ് മനസ്സിലായി. നമ്മളുടെ ഫാമിലിയുടെ ചുറ്റുപാടിൽ നിന്നും, നമ്മുടെ പാരൻസിൻ്റെ കൺട്രോളിൽ നിന്നും ദൂരേക്ക് പോകാൻ തോന്നുന്ന ആ നിമിഷം ചിലപ്പോൾ നമ്മൾക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞെന്ന് വരും. പക്ഷേ നമ്മളുടെ ഫാമിലി, നമ്മളുടെ വേണ്ടപ്പെട്ടവരുടെ സംരക്ഷണം നമ്മൾക്കില്ലാതാകുമ്പോൾ ആ ഉയരങ്ങളിൽ നിന്ന് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ചിലപ്പോൾ തെറ്റിപ്പോകും. നമ്മളെ നിയന്ത്രിക്കാൻ ആരുമില്ലാതെ വരുമ്പോൾ കാറ്റിനനുസരിച്ച്, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കാറ്റിനനുസരിച്ച് നമ്മളും സഞ്ചരിക്കും. അവസാനം എവിടെയെങ്കിലും ചെന്ന് കുത്തിക്കീറിയോ, അല്ലെങ്കിൽ വെള്ളത്തിൽ വീണോ, താഴെ വീണോ, കെട്ടിടത്തിൻ്റെ മുകളിൽ വീണോ, പട്ടം നശിച്ചതുപോലെ തന്നെ നമ്മളുടെ ജീവിതവും ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കും. നമ്മളെ സ്നേഹിക്കുന്നവരുടെ സംരക്ഷണത്തിലും കൺവെട്ടത്തും നിയന്ത്രണത്തിലും ജീവിക്കുന്നതാണ് ഏറ്റവും ഉചിതം.